നമ്മള് സാറാമ്മയ്ക്ക് വാടകയ്ക്ക് റൂം കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ പറയാനുണ്ട്. ആരോട്? സാറാമ്മയോടോ? അതെ. ചേച്ചി എന്ത് പറയണ? സാറാമ്മയോട് നമ്മളെങ്ങനെ ഈ നിബന്ധനകളൊക്കെ വെക്കുക? അതെന്താ വെച്ചാല് ഇവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ അവള് വാടകക്കാരിയും ഞാൻ ഹൗസ് ഓണറും അല്ലേ. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആദ്യമേ തന്നെ പറയണം. ആയിക്കോട്ടെ, എന്താ ചേച്ചിയുടെ നിബന്ധനകള്? ആദ്യത്തെ നിബന്ധന 10 മണിക്കുള്ളില് വീടിന്റെ ഉള്ളിൽ കയറണം. 10 മണി കഴിഞ്ഞാൽ ഞാൻ ഗേറ്റും പടിപ്പുരയും അടയ്ക്കും. പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. 10 മണി വരെ? അതെ. അതൊരു 10:30 പറ്റുമോ? 10:30? നീ ചോദിച്ചത് കൊണ്ട് 10:30 ആക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മിനിറ്റ് പോലും ഞാൻ തരില്ല. ഞാൻ വാതിൽ പൂട്ടും. ആയിക്കോട്ടെ. പിന്നെ വേറെന്താ? 10:30 മുറി കയറി കഴിഞ്ഞാല് 11 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കണം. അയ്യോ, 10:30 റൂമിലേക്ക് അരമണിക്കൂറിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ കയറി വേഗം അങ്ങോട്ട് പുതപ്പ് മുഖത്തേക്കിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങണം. അതിന്റെ ചേച്ചി ഉദ്ദേശിക്കണത്? അതെ. ശരി. പിന്നെന്താ? മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ മുറിയുടെ ഉള്ളിൽ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും പാടില്ല. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ കച്ചേരി നടത്താനല്ല സാറമ്മ മേഡം വരുന്നത്. അമ്മേ, സാറമ്മ മേഡത്തിനെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നീ സംസാരിക്കണ്ട, ഞങ്ങള് തമ്മിലല്ലേ സംസാരിക്കണത്. പിന്നെ എടാ, ആദ്യമൊക്കെ എല്ലാം ശരി ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കും. പിന്നെ താമസം തുടങ്ങി കഴിയുമ്പോഴാണ് സ്വഭാവം മാറുക. അത് പറ്റൂല. അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അമ്മ മുമ്പ് ഇവിടെ ഹോസ്റ്റൽ നടത്തുമായിരുന്നെന്ന്. എടി, കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും ഹോസ്റ്റൽ നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു കുട്ടിയുള്ള വീടാണ്. അതുകൊണ്ടാണ് ഒച്ചയും ബഹളവും പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും ചേച്ചി ഉണ്ടാക്കണ ഒച്ചയും ബഹളം സാറാമ്മ മേഡത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല ചേച്ചി. അത് ഞാൻ ഉറപ്പ് പറയാം. വേറെന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സന്ദർശകര് പാടില്ല. അധികം പേരൊന്നും വന്ന് കാണാൻ പാടില്ല എന്ന്. എന്റെ അമ്മ, സാറമ്മയുടെ ഒരു പൊതുപ്രവർത്തകയല്ലേ, അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കാണാൻ വരൂലേ? അതൊക്കെ പാർട്ടി ഓഫീസിൽ. ഇവിടെ പറ്റൂല. ഇതൊരു കുടുംബാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ആളുകൾ കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, ശരി. വേറെന്താ? വേറെ കാശിന് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല. വാടക കൃത്യമായിട്ട് 1-ാം തീയതി തന്നെ തരണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല പങ്കിയെ. അതുപോലെ 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് ഇവിടെ തരണം. ശരി, അതും സമ്മതിച്ചു. ഇനി വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പിന്നെ മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇതൊന്നും പാടില്ല. ആര്? സാറാമ്മേടോ? ആരാണോ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന അവര്. എന്ത് പ്രാന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കണേ? എനിക്ക് വയ്യണ്ട ദൈവമേ. ഇത് ഹൗസ് ഓണറുടെ തീരുമാനമാണ്. അത് അന്തിമമായിരിക്കും. ഇതൊക്കെ അനുസരിക്കാന്നുള്ളവര് ഇവിടെ താമസിച്ചാ മതി. ശരി, സമ്മതിച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ നീക്കൂടെ? ശരി, നീക്കിക്കോ. അമ്മാവനെ അമ്മ പറഞ്ഞതൊക്കെ ഒന്നും ആലോചിക്കാതെ അങ്ങ് സമ്മതിച്ചോ? എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അല്ലാണ്ട് എന്താ ചെയ്യ കുട്ടി? ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് നമ്മൾ മാറ്റി പറഞ്ഞാൽ അതിന്റെ പേരിൽ വാടക കൊടുക്കില്ല. അതല്ലേ പറയണേ? അയ്യോ, ഇപ്പൊ ഹൗസ് ഓണറായിട്ട് നിൽക്കണേ. ഞാൻ അതിന്റെ ഇടയിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസ് ഓണർ പോയ പോക്ക് കണ്ടില്ലേ? ആ ഇരിപ്പും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിന്നാ നല്ലത്. എന്റെ എപ്പോഴാ വാടക മേടിക്കാനാവോ? ആ പേടിയില്ല ഞാൻ ഇരിക്കണേ. അതിനമ്മാവൻ പേടിക്കണ്ട. അമ്മ അത് ചോദിക്കൂല, കിട്ടൂലെന്നറിയാതെ. അല്ല, കിട്ടൂലെന്ന്. ഞാനേ എന്റെ കാര്യങ്ങൾ നോട്ടെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. ഷൈന, ഇതെന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? സങ്കടപ്പെട്ടിരിക്കുന്നോ? എനിക്ക് സങ്കടമൊന്നുമില്ല. സാറാമ്മ വരുന്നതിന്റെ സങ്കടമായിരിക്കും അല്ലേ? സാറാമ്മയുടെ വരുന്നതിന് എനിക്കെന്തിനാ സങ്കടം? അതെനിക്ക് സന്തോഷല്ലേ. പിന്നെ എന്തെങ്ങനെ ഈ തത്തയത്തര കൈനോട്ടക്കാരെ പോലെ ഇരിക്കണേ? ഒന്നുമില്ല. അങ്ങനെ പറയില്ല, എന്തോണ്ട്?
അതെ അപ്പുണ്ണേട്ടാ. ആ കണ്ടോ എന്തോ ഉണ്ട് പോ. ഞാൻ ഒന്ന് പറയട്ടെ. പറയ്. അല്ല ഞാൻ ആലോചിക്കായിരുന്നേ, ഞാൻ ഈ കേബിളിന്റെ പൈസ പിരിക്കാൻ വേണ്ടിട്ട് എത്ര വീട്ടിലാ ദിവസവും കേറുന്നേ. അത് ഏതെങ്കിലും വീട്ടിൽ കേറിയാൽ അവര് കൃത്യമായിട്ട് തരുവോ? അതും ഉറപ്പില്ല. ഒരു വീട്ടിൽ കയറി, 2 വീട്ടിൽ കയറി, 3-മത്തെ വീട്ടിൽ കയറി. ചിലര് പാതി പൈസ തരും, ചിലര് നാളെ തരാന്ന് പറയും, മറ്റന്നാൾ തരാന്ന് പറയും, ഒരാഴ്ച കഴിഞ്ഞ് തരാന്ന് പറയും. അങ്ങനെ എത്ര വട്ടം ഞാൻ കേറി ഇറങ്ങിയാൽ എനിക്കൊന്ന് പൈസ കിട്ടുന്നേ. അത് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇതിപ്പോ എന്തിനാ ഇവിടെ പറയണേ? അല്ല, സാറാമ്മയുടെ ഇവിടെ താമസിക്കാൻ വരുവാണല്ലോ. അപ്പൊ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് ഇവിടെ വെറുതെ ഇരുന്നിട്ട് മാസം ആ പേരിൽ 5000 രൂപ കിട്ടൂലേ വാടകയ്ക്ക്? നല്ലല്ലേ, നമുക്ക് അത്യാവശ്യമുള്ളപ്പോ അമ്മയോട് കടം ചോദിക്കാനോ? കിട്ടിയത് തന്നെ. പൈസ കിട്ടി കഴിയുമ്പോഴേ അമ്മയുടെ സ്വഭാവം മാറുന്ന കാണാം. അതൊന്നുമില്ല. അമ്മ ഞാൻ ചോദിച്ചാ എന്തായാലും തരും. എന്താ കാരണം അറിയോ? എന്താ? ഞാൻ ഇടക്കിടക്കേ അമ്മയ്ക്ക് കാശ് കൊടുക്കണം. അമ്മയ്ക്ക് മാത്രല്ല, ഇവിടെ എല്ലാവർക്കും കൊടുക്കണ ഞാൻ. അപ്പുണ്ണേണ് ഇതൊരു അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് ചോദിച്ചു നോക്കാം, അപ്പൊ അറിയാം. അതൊക്കെ കിട്ടും. അതേ, അമ്മയോട് ചോദിക്കാനൊരു നേക്കുണ്ട്, അങ്ങനെ ചോദിച്ചാൽ കിട്ടും. അപ്പുണ്ണേണ് കിട്ടുമായിരിക്കും, എനിക്കൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ നീ എന്തിനാ അമ്മയുടെ കാശ് ചോദിക്കണത്? നീ ഒരു ഗൾഫുകാരന്റെ ഭാര്യയില്ലേ? അമ്മയുടെ കയ്യിലുള്ള ഈ ചെറിയ പൈസ ഒക്കെ നീ പോയി ചോദിക്കണോ? അതെ, ഗൾഫുകാരനെ അവിടെ ഇരുന്നിട്ട് പന പിടിച്ച് കുലുക്കുവാണല്ലോ. അപ്പൊ അവൻ അവിടെ പനകയറ്റാണ് ജോലി? അയ്യോ, അതല്ല എന്റെ അപ്പുണ്ണിയേട്ടാ. പന പിടിച്ച് കുലിക്കാൻ ഉടനെ പൈസ പൊഴിഞ്ഞ് വീണോണ്ടിരിക്കുകയാണല്ലോന്ന്. അങ്ങനെ. അതേ, സൊസൈറ്റിന്ന് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഷാഹിനൊക്കെ കുഴൽപ്പണം വരാറുണ്ടല്ലേ എന്ന്. ഇതൊക്കെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കണെന്ന് അവരുടെയൊക്കെ സംശയം. അതെ, അപ്പുണ്ണിയേട്ടനോടായതുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ അപ്പുറത്തെ പറമ്പില്ലേ, അവിടെ ഞാനിപ്പോ ഉണക്കാനിട്ടിട്ടുണ്ട്. ശരിക്കും? ആന്നേ, ഒന്ന് പോയെന്റെ അപ്പുണ്ണിയേട്ടാ. തമാശ പറഞ്ഞാലേ. അതെ, ഞാനിതിനെ കുഴൽപ്പണം കണ്ടില്ല. അതെങ്ങനെ ഉണ്ടാവുക? എനിക്ക് അറിഞ്ഞൂടാ. എന്നെങ്കിലും അവൻ കുഴൽപ്പണം അയക്കുകയാണെങ്കിലേ ആ കുഴൽ എനിക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ. ദേ, പോയി പണിയെടുക്കാൻ നോക്കിക്കോ. ഞാൻ പണിയെടുക്കാം. എന്നാലും അമ്മയുടെ ഒരു ടൈമേ മാസം വെറുതെ ഇരുന്ന് 5000 രൂപയ്ക്ക് കിട്ടും. അതെ, അമ്മയുടെ ടൈമിന്റെ ബുദ്ധി ആയിരുന്നറിയോ? ആരുടെയാ? പങ്കിമാവന്റെ. ഭയങ്കര ബുദ്ധിയാ. ഇപ്പൊ ഒരു റൂം വാടക കൊടുത്തിന് 5000 രൂപ കിട്ടില്ലേ? എനിക്ക് തോന്നുന്നത് എന്തറിയോ? എന്താ? നമ്മുടെ തറവാട്ടിൽ ഒരുപാട് റൂമില്ലേ, നമ്മളെല്ലാം ഒരു റൂമിലേക്ക് മാറിയിട്ട് ബാക്കി എല്ലാ റൂമും വാടക കൊടുക്കുക. അപ്പൊ എത്ര കാശ് കിട്ടും മാസത്തില്? ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിക്കാന്ന് പറഞ്ഞ മുറിയില്ലേ, അതും കൂടെ വാടകയ്ക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം പുറത്തേക്ക് പോവാം. അങ്ങനെ വേണോ? അങ്ങനെ ചെയ്യാം. അതാകുമ്പോ ഇഷ്ടംപോലെ പൈസ കിട്ടുമല്ലോ അതിന്റെ കൂടെ. വേണ്ട അല്ല എന്നാ? അല്ല, അമ്മാവന്റെ ബുദ്ധി പറയായിരുന്നേ. ആ ബുദ്ധി ഇവിടെ ആർക്കും ഇല്ല. അതാ. മോളെ, അച്ഛാ 500 രൂപയ്ക്ക് ചില്ലറ കേൾക്കാനുണ്ടോ? അയ്യോ അച്ഛ, എന്റെ ഇല്ല. ഞാൻ ഉള്ളതെല്ലാം പെറുക്കേ ആ പലിശക്കാരൻ കിട്ടന് കൊടുത്തു. നിന്റെ ഇരിപ്പുണ്ടോടാ? ചേഞ്ച് ചെയ്യാൻ തരാം. ഈ 500 രൂപ അച്ഛൻ അമ്മ എന്നാ? അയ്യോ, ഇതെനിക്ക് പെൻഷൻ കിട്ടിയ കാശാ. ഞാൻ കരുതിയേ അമ്മക്ക് വാടകയ്ക്ക് കിട്ടാൻ പോവല്ലേ, അപ്പൊ അതിനു മുമ്പ് അച്ഛനൊരു അഡ്വാൻസ് വന്നിരിക്കുന്നു. അച്ഛാ, ഈ 5000 രൂപ അമ്മയ്ക്ക് കിട്ടുമ്പോ അമ്മ അതിൽ അച്ഛൻ എന്തെങ്കിലും തരില്ലേ? എനിക്ക് എന്തിനാണ് അവിടെ കാശ്? അങ്ങനെ പറയില്ലോട്ടോ അച്ഛാ, ഇത് അച്ഛന്റെ തറവാടല്ലേ. ആ തറവാട്ടിൽ ഒരു മുറി വാടക കൊടുക്കുമ്പോ അച്ഛനൊരു ഷെയർ ഒക്കെ കിട്ടണ്ടേ? പിന്നെ അവകാശം പറഞ്ഞോണ്ട് അവിടെ മുമ്പിലോട്ട് എന്നാ മതി, ഇപ്പൊ എടുത്ത് വെച്ച് തരും. നീ പോടാ അവിടുന്ന്. പിന്നെ വാടക കിട്ടുന്ന കാശെടുത്തേ 2 ചിട്ടിക്ക് ചെയ്യണമെന്ന് നമ്മള് പറയുന്നത് കേട്ടു. ഇനിയും ചിട്ടിയോ? ഇപ്പൊ തന്നെ എത്ര എണ്ണ ചോദിച്ചാൽ അമ്മയ്ക്കൊരു ധാരണ ഇല്ലല്ലോ. ഇതൊന്ന് ചിട്ടിയിലായാലും കൈവശം കൊടുത്തിട്ടുണ്ടോ? ഏതായാലും സീത ചിട്ടിക്ക് ചേർന്നത് നന്നായി. അതൊരു സമ്പാദ്യമായിട്ട് അവിടെ കിടക്കുമല്ലോ. അതെ, എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇരട്ടിയായിട്ടുണ്ട് കൊടുത്തേനെ. അതെന്തോ നിനക്ക് പലിശക്ക് കൊടുപ്പുണ്ടോ? പലിശക്കല്ല അച്ഛാ, ഞാൻ ഈ തൊഴുത്തിലേക്ക് ഇറക്കിയാ പോരെ, ഡബിളായിട്ട് ഞാൻ കൊടുക്കൂലായിരുന്നോ? അപ്പുണ്ണേട്ടാ, അമ്മക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൊന്നും താല്പര്യമില്ല. പോയി ഞാനായിരുന്നെങ്കിലേ വല്ല ഷെയർ മാർക്കറ്റിൽ ഇട്ടു വെച്ചേനെ. അല്ല, അതിന് മോക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി വല്ലതും അറിയാമോ? അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. നമ്മളിതൊക്കെ ഒരു വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്നതല്ലേ. അച്ഛാ, ചക്കിക്കൊത്ത ചങ്കരൻ, അമ്പിളിക്ക് പറ്റിയ ഭാര്യ, ഒരു വിവരവും ഇല്ല. നീ പോടാ അവിടുന്ന്. അവൾക്ക് ആവശ്യത്തിന് വിവരമൊക്കെ ഉണ്ട്. അവളെ അമ്പിളിയെ പോലൊന്നും അല്ല. എന്നിട്ട് കുഴൽപ്പണം എന്താന്ന് ചോദിച്ചിട്ട് അവൾക്ക് അറിയില്ല. ഒന്നുമില്ല, അച്ഛന് ചേഞ്ച് വേണ്ടേ? ഞാൻ തരാം. ഷൈന, നീ തൊഴുത്ത് ബാക്കി കൂടെ വൃത്തിയാക്ക്. എന്നാ പിടിച്ചോ, പിടിക്ക്. ആ ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. അച്ഛൻ വന്നേ, വാ. വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. ഇതിപ്പോ എവിടെ വെള്ളം ഒഴിച്ച് കഴുകാനോ? മൊത്തം വൃത്തിക്കിട്ടേക്കാണല്ലോ. വെള്ളം ഒഴിച്ചു
ചേച്ചിയുടെ അമ്മ അകത്തുണ്ട്. എന്താ അമ്മാവാ? അല്ല ഈ എഗ്രിമെന്റ് ഒക്കെ ശരിയാക്കിണ്ടേ. ആ അത് സാറാ മേഡം തരം കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ഇനിയിപ്പോ ചേച്ചിയും കൂടി ഒപ്പിട്ടാ മതി. അതിന് അമ്മാവൻ എന്തിനാ ഇത്ര ധൃതി കാണിക്കണേ? അല്ല ആ നിലയ്ക്കുള്ള നിബന്ധനകളല്ലേ വെച്ചിട്ടുള്ളത്. ഇനി അത് മാറിനിട്ട് ഇപ്പൊ വേഗം കൂടി ഒപ്പിടിക്കുക. എന്നാ വാ, അമ്മ അകത്തുണ്ട്. ഇതെന്തൊക്കെ എഴുതി വെച്ചിരിക്കണത്? ഒന്നും മനസ്സിലാവണില്ലല്ലോ. എന്താ ഇതില് മനസ്സിലാവാത്ത? സാധാരണ ഒരു വാടക കരാറിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണത്. അത് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് പ്രിന്റ് എടുത്തു എന്നേ പങ്കിയെ, കൊട്ടിലപ്പാട്ട് തറവാടിന്റെ വാടക കരാറാകുമ്പോ അത് സാധാരണ പോലെ പോരല്ലോ. ഇതെന്താ മൈസൂർ പാലസോ? ഇതിപ്പോ കൊട്ടിലപ്പാട്ട് തറവാട് മുഴുവൻ വാടകയ്ക്ക് കൊടുക്കുന്ന നല്ലൊരു റൂമല്ലേ വാടകയ്ക്ക് കൊടുക്കുന്നുള്ളൂ. ഒരു മുറിയാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. അമ്മേ, പരസ്പരം നന്നായിട്ട് അറിയുന്ന ആളുകളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നേ. അതെ സാറാ മേഡം ഇത് മുഴുവൻ വായിച്ച് ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ചേച്ചിയും കൂടി ഒപ്പിട്ട അതിന്റെ സംഗതി അങ്ങോട്ട് അവസാനിച്ചു. എടാ എല്ലാം കറക്റ്റ് അല്ലേ? അന്ന് ഒപ്പിടണ്ട. അമ്മേ ഒരൊപ്പം കൊണ്ട് ഇട്ട് കൊടുക്കാമേ. ഒരു ഒപ്പന്റെ കാര്യമുള്ളൂ. പേനങ്ങോട്ട് കായോ. ആ പേന കൊടുക്കാമോ? അവനെ പങ്കുവയ്ക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കൊല്ലുമാ. എന്താക്കടാ പുണ്യെ പങ്കിയെ, കുഴപ്പമുണ്ടോ? ഇവേ അമ്മ ഞാൻ വെറുതെ പാടിയതമ്മേ. അമ്മ ഒപ്പിട്. ആ ചക്ക സിനിമ കണ്ടിട്ട് ഓരോ പാട്ട് പാടണാണ്. എന്നാ ഒപ്പിടാ. ആ എല്ലാ പേപ്പറിലും ഒപ്പിടണോ പങ്കിമാവാ? ആ ഒപ്പൊന്നുള്ളടത്തൊക്കെ എടുക്കാം. ആ ആ കഴിഞ്ഞു. ഇത് കൊണ്ടേ കൊടുക്ക്. ഉണ്ടോ? അല്ല ഇനി 2 സാക്ഷികൾ ഒപ്പിടണം. അതാരാ? അതിപ്പോ വേറെ ആളൊന്നും വേണ്ട. പുണ്യ നീയും ഷായനും കൂടിട്ടാ മതി മോളെ. ഞങ്ങളോ? ആ പിന്നെന്തേ? ശരി. നീ എന്താ കാട്ടണ പുണ്യ? ഒപ്പിടേ. വായിച്ചോട്ടെ. ഇവിടെ ആരും എന്ത് പേപ്പർ തന്നാലും വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാവുന്ന കുമാരി എന്നോട് പറഞ്ഞേ. അന്ന് കുമാരിനെ കൊണ്ട് പോയി വായിപ്പിച്ചിട്ട് വായോ. ചെല്ല്. വേണ്ട, എനിക്ക് അമ്മാവന് വിശ്വാസാ. പിന്നെ അമ്മ എന്തായാലും ഒപ്പിട്ടത്. ഇനിയിപ്പോ എന്താ? നിന്റെ അമ്മ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഇനിയിപ്പോ ഒപ്പിട്. അതാ ഇവിടെ നിൽക്കുന്നത്. സാക്ഷികൾ ഇവിടെ ലാസ്റ്റ് വരാം, അവസാന പേജില്. അതാ നീ 1-ാം സാക്ഷിയോ 2-ാം സാക്ഷിയോ? ഞാൻ 2. ആ അപ്പൊ ഞാൻ 1. 1-ാം സാക്ഷിനെ പോലീസ് ആദ്യം തെരഞ്ഞു വരിക. എന്തിന്? ഈ റൂം വാടകയ്ക്ക് കൊടുക്കണേനോ? ആ നീ ഒപ്പിട്ടോ. ആക്കെടുത്ത ഈ ജാതി വർത്താനം. ഇതെന്താ കോഴി ചിക്കണ പോലെ? ഷായിനാന്നു. നന്നായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇതിലാവട്ടെ. പങ്കിയമ്മ, അപ്പൊ ഞങ്ങളുടെ ഒപ്പിനും വിലയുണ്ടല്ലേ? പിന്നല്ലേ. ആ പിന്നെ ചേച്ചി, ഞാൻ ഈ ഇതൊന്ന് കോപ്പി എടുത്തിട്ടേ ഇതിന്റെ ഒറിജിനൽ ചേച്ചിക്ക് തരാം. പിന്നെ സാറാ മേഡത്തിന് ഒരു കോപ്പി കൊടുക്കണേ കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ശരി. നീ ഇതെന്ത് പോക്കാ പോണ്? എന്തേ? അഡ്വാൻസ് എവിടെ? ഏത് അഡ്വാൻസ്? 3 മാസത്തെ വാടക അഡ്വാൻസ് തരണം. അയ്യോ ഞാനതങ്ങോട്ട് മറന്നിരുന്നു. അപ്പൊ നീ അത് മറക്കും, എനിക്കറിയാം. അമ്മവാ, നമ്മുടെ പറമ്പിലൊരു 4 മുറി ഉണ്ടാക്കിട്ടാ നല്ല വാടക മേടിക്കല്ലേ? വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തിലൊക്കെ ചെയ്തടാ. അതൊരു കാര്യമാവും കുറെ കഴിയുമ്പോ. പങ്കിയ, ഇത് 2 മാസത്തെ വാടകയുള്ളല്ലോ. 3 മാസത്തെ വാടകയല്ലേ അഡ്വാൻസ്? അഡ്വാൻസ് 3 മാസത്തെ വാടക. 2 മാസത്തെ വാടക ഇപ്പൊ ചേച്ചിയുടെ കയ്യിലില്ലേ? ഉണ്ട്. 1 മാസത്തെ വാടക ഞാൻ കമ്മീഷൻ എടുത്തു. അതെന്ത് പണിയാ നീ കാണിച്ചത്? എന്തേ? പിന്നെ ഇത് ഒരു നാട്ടുനടപ്പാണ്. അതിപ്പോ ഏത് വാടകക്കാരെ കൊണ്ടുവന്നാലും അതിനൊരു കമ്മീഷൻ ഉണ്ട്. അതിപ്പോ ചേച്ചിയായിട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഓ, ഇങ്ങനെയാണെങ്കിൽ നീ കൊറേ സമ്പാദിക്കുമല്ലോടാ. പിന്നെ എനിക്ക് ജീവിക്കൊന്നും വേണ്ടേ? എന്റെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ നടക്കുക.
ആണ്ടിലും കൊല്ലത്തിലെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു സംഭവം കിട്ടണത്. അത് തിരക്കേടില്ല. അപ്പണിയേ ഒരു 1000 രൂപ ചോദിച്ചു. എനിക്ക് കമ്മീഷൻ ഒന്നും വേണ്ട. ഇത് കമ്മീഷനടാ ചക്ക. ഇത് നിന്റെ ഇടയ്ക്കിടയ്ക്ക് കടം വാങ്ങിയിട്ടില്ല, എനിക്ക് എടുത്തു വെച്ചു. 1000 രൂപയോ? ഈ കടത്തിലേക്ക് ഇത് എന്താവാനാ അമ്മ അത്? അപ്പണേട്ടാ 1000 കിട്ടിയല്ലോ എന്ന് സമാധാനിക്ക്. ആ കുട്ടിക്ക് വിവരമുണ്ട്. ആ ഇന്ന് 1000 തന്നതിന്റെ പേരിലേ നാളെ 3000 മേടിക്കാം അമ്മാവൻ. എന്തിനാ വെറുതെ ആൾക്കാരെ പറഞ്ഞ് മേടിപ്പിക്കുന്ന കുട്ടിയെ? കുട്ടിക്ക് വിവരമുണ്ട്. ആ ആ അപ്പൊ സാറാ മേഡം അടുത്ത ദിവസം തന്നെ കൊട്ടിലപ്പാട്ടിക്ക് താമസിക്കാനെത്തും. ഓ പെട്ടിയെടുത്തൊക്കെ ഉണ്ടേ. എടുത്തു. മേഡം വന്നോ? നാരങ്ങ എടുക്കട്ടെ. ഓ ഇവള് തുടങ്ങിയല്ലോ വീണ്ടും നാരങ്ങ വെള്ളം കലക്കാൻ. ആരെങ്കിലും വന്ന് കാണാൻ നോക്കി നിൽക്കുകയാണോ നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി? ഇനി ഈ വീട്ടിൽ നീ നാരങ്ങ വെള്ളം കലക്കി ഞാൻ അറിഞ്ഞ. പെട്ടിയെടുത്ത് വെക്കാമല്ലോ. അതിന് ഞാൻ പ്രത്യേകം പറയണോ? അല്ല വേണ്ട. പങ്കിയമ്മ ഞാനും സഹായിക്കാം. മേഡം വാ അടക്കം. ശരി. അല്ല മേഡം ഇത് കൊറേ പെട്ടികളുണ്ടല്ലോ. ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങളാണ് കുട്ടി ഈ പെട്ടി നിറയെ. ജീവിതാനുഭവങ്ങൾക്ക് നല്ല കഥണ്ട്. അല്ല മേഡത്തിന്റെ ജീവിതാനുഭവേ നല്ല സ്ട്രോങ്ങാ പറയാ. സാറാമ്മ വന്നോ? വന്നു. ഒരു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ല ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം മുന്നേ ഇനി വന്നേക്കാന്ന് വിചാരിച്ചു. അത് നമ്മുടെ അഗ്രിമെന്റിന് വിരുദ്ധമാണ് കേട്ടോ. പിന്നെ സാറാമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം കണക്കിലാക്കി ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും മാഡം ഇന്ന് തൊട്ട് ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ. ആര് പറഞ്ഞു? അങ്ങനെ അംഗമായിട്ട് വരുതൊന്നും വേണ്ട. സാറാമ്മ ഇതിനു മുമ്പേ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിലൊക്കെ വന്നിട്ടില്ലേ? അങ്ങനെ ഇതൊരു ഹോസ്റ്റലാന്ന് വിചാരിച്ചാ മതി. അതെ 24 മണിക്കൂർ ഞാൻ ഇതിനകത്ത് കയറി കഥ അടച്ചിരിക്കാനൊന്നും പോകുന്നില്ല. പുറത്തൊരു 100 കൂട്ടം പരിപാടി എനിക്കുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പാതിരാത്രിക്ക് എങ്ങനെ ഞാൻ കയറി വന്നെങ്കിലായി. അങ്ങനെ പറഞ്ഞാ പറ്റൂല. അങ്ങനെ തോന്നിയ സമയത്ത് പാതിരാത്രിക്കൊന്നും ഇവിടെ കയറി വരാൻ പറ്റില്ല. പങ്കി നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തില്ല കാര്യങ്ങള്? എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ പങ്കജാശൻ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒക്കെ സെറ്റ് ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്യാവുന്ന അപ്പൊ ചെയ്തിട്ടില്ല ഇതുവരെ? ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്യണ്ട്. എന്താണ് മിസ്റ്റർ പങ്കജാശൻ? അല്ല റെഡിയാണ് മാഡം. നീ ആരാ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്? ഇവിടെ ഹൗസ് ഓണറായിട്ട് ഞാനുണ്ടല്ലോ. ചേച്ചി ശരിയാക്കി കൊടുക്കോ? കൊടുക്കുമല്ലോ. എന്നാ ഒരു ടേബിൾ ലാമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളം ചൂടാക്കാനുള്ള കെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് റെഡി അല്ലേ? അതൊക്കെ നീ ശരിയാക്കി കൊടുക്കണം. അപ്പൊ അതെന്നെ പറഞ്ഞ് ഞാൻ ശരിയാക്കി കൊടുക്കാന്ന്. ചെയ്താ മതി. അതെ എന്നാ പിന്നെ ഞാൻ അകത്തോട്ട് കേറിക്കോട്ടെ ഹൗസ് ഓണറെ? കേറിക്കോളൂ. പങ്കേ ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്ക്. മുകളിൽ ആദ്യത്തെ മുറി. ഞാൻ എന്താ ലോഡ്ജിലെ പോകുമ്പോൾ ഒരു പൊടിക്ക് കുറക്കിട്ടാ. പെട്ടിയൊക്കെ അങ്ങ് എടുത്തോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വന്നവരുള്ളവരൊക്കെ കണക്കന്നെ. മാറിക്കങ്ങട്. ഇത് കൊറേ ഉണ്ടല്ലോ. മാഡം മേ ഐ കം ഇൻ മാഡം? കേറി വാ. എല്ലാം അടുക്കി പെറുക്കി വെക്കുന്നല്ലോ. പിന്നെ വന്ന് കേറിയല്ലേ ഉള്ളൂ. സമയം വേണ്ടേ ഇതിനൊക്കെ?
എന്നാ പിന്നെ ഞാനും സഹായിക്കട്ടെ? വേണ്ട, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം. പിന്നെ റൂമൊക്കെ ഇഷ്ടായോ? പിന്നെ നല്ല റൂമാ. മാഡം വരുന്ന പ്രമാണിച്ചേ ഞാനാ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയത്. ആര് വൃത്തിയാക്കി? ഞാന്. നീയോ? ആ ശരിക്കും?